സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ആൻഡ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നു ഗ്രാനി 1. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ആൻഡ് നമ്മുടെ ചാനലിൽ എന്ന് പറഞ്ഞാൽ ഗ്രാനി 3 ഇട്ടിട്ടുണ്ട്, ഗ്രാനി 3 ഇട്ടിട്ടുണ്ട്, ഗ്രാനി 2 ഇട്ടിട്ടുണ്ട്. എങ്കിലും നമ്മൾ ഗ്രാനി 1 ഇതിൽ ഇട്ടിട്ടുള്ള നമ്മൾ ഗ്രാനി കുറേ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും അതിനകത്ത് ഏറ്റവും ഹാർഡ് എന്ന് പറയുന്നത് ഗ്രാനി 1 തന്നെയാണ്. ഇതല്ലോ ലോഡാവണില്ലല്ലോ. സോ ഗൈസ്, നമ്മൾ ഒന്നും കൂടി ബാക്ക് അടിച്ച് രണ്ടാമത് ഗെയിമിലേക്ക് കയറിയേക്കാണ്. ആദ്യം കയറിയപ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി ഫെയിലായിരിക്കുകയാണ്. സൗണ്ട് ഒരു ഇത്തിരി കൂട്ടിയാൽ. സോ ഗൈസ്, എനിക്ക് ചെറിയ തുമ്മലൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചെറിയ രീതിക്കുള്ള ഡിസ്റ്റർബൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ആയേക്കാം. ആൻഡ് ഗൈസ്, നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാം. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടൊരു ലൈക്ക് ചെയ്ത് ഒന്ന് കമൻറ്റ് കൂടി ചെയ്തിട്ട് ഗൈസ്, പ്ലീസ്. നമ്മളുടെ ചാനലിൽ 120 സബ്സ്ക്രൈബ് ഉണ്ട്. നമുക്ക് എങ്ങനെയെങ്കിലും 150 ആക്കണം. മാത്രം തട്ടിയിട്ടേക്കാം. ഓക്കെ, നമുക്ക് കാർക്കി ഇട്ടിട്ടുണ്ട്. കാർക്കി ഉപയോഗിച്ച് നമുക്ക് അയ്യോ, എനിക്ക് പോകാൻ പറ്റില്ല. പോടാ. നമുക്ക് അവിടെ ഇവിടെ ഒന്നും ഇല്ലേ? പിന്നെ എന്തിനാ അവിടെ ഇങ്ങനത്തെ ഒരു സ്ഥലം വെച്ചത്? ടെടി മാത്രമേ ഉള്ളൂ, അത് കാര്യമില്ല. നമുക്കെന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങൾ കവർ ചെയ്ത് പോവാം, അതാണ് എളുപ്പം. ബട്ട് നമുക്ക് പെട്ടെന്നൊരു ഹാമർ ഉണ്ട്. കോഗുവിൽ ഇവിടെ ഉണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ട്രിക്ക് ഉപയോഗിക്കാൻ പോകണം. അതായത് മാക്സിമം കിട്ടുന്ന എല്ലാ ഇമ്പോർട്ടൻ്റ് ആയുള്ള സാധനങ്ങളും നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ കൂട്ടിയിടുന്നതായിരിക്കും. എന്നിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പിന്നെ എളുപ്പമാവും ഗൈസ്. അതാകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നമ്മൾ ഗ്രാനി കുറേ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്ത് എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും ഹാർഡായിട്ട് നിൽക്കുന്നത് ഗ്രാനി 1 ആണ്. യെസ്, ഓക്കെ. നമ്മൾ ഇവിടെ സൗണ്ട് ഉണ്ടാക്കി ചെറിയ രീതിക്കുള്ള അബദ്ധമായോന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം പറയുന്നത് നമുക്ക് അങ്ങോട്ടേക്ക് തന്നെയാണ് പോകാനുള്ളത്. അവിടെ സൗണ്ട് ആയിട്ടുണ്ട്. നമുക്കെന്ന് പറഞ്ഞാൽ ഇതെടുക്കാം. ഓക്കെ, അവിടെ കുറച്ചും കൂടി സൗണ്ട് ഉണ്ടായിട്ടുണ്ട്. സോ ഗ്രാനി അങ്ങോട്ടേക്ക് പോകാനാണ്, ഇവിടേക്ക് പോകാനാണ് സാധ്യത. ഇപ്പോൾ തന്നെ കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് കാറിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ഏഞ്ചലീനയുടെ ബുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് നോക്കാം. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇൻ ദിസ് ഗെയിം ആയിട്ടുള്ള 1 ആൻഡ് ഓൺലി മിസ്റ്റർ ഹാമറാണ് നമുക്ക് ഇന്ന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് കാറിൻ്റെ അകത്ത് കയറുന്നത് പുള്ളിക്കാരത്തി വന്നോ നോക്കാം. ആൻഡ് ഗൈസ്, വീഡിയോ കാണാൻ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് തരാം ഗൈസ്, ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടേരേ. അതുപോലെ തന്നെ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. കാരണം നമുക്കിപ്പോൾ 120 സബ്സ്ക്രൈബിൽ തന്നെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും 150 ആക്കണം. ഈ പുള്ളിക്കാരിക്ക് അല്ലാത്ത സമയത്തൊക്കെ നല്ല ചെവിയാക്കലാണല്ലോ. ഇപ്പം എന്താ ചെവിയാക്കുള്ളത്? എനിക്ക് അല്ല. പോണ്ട് പോയിടാ അടച്ചോ. യെസ്. ഹേയ് ഡ്യൂഡ്, എന്തു പറ്റി? ഡ്യൂഡ് അവിടെ പെട്ടുപോയിട്ടുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഹാമർ വെച്ച് തുറക്കാനുള്ള എല്ലാ സ്ഥലവും തുറന്നിട്ടേക്കാം. ഇത് തുറന്നേക്കാം. ഇത് 2 പ്രാവശ്യം അടിക്കണം ഇത് തുറക്കണമെങ്കിൽ. നമുക്ക് മോളിൽ പോയിട്ട് നമുക്ക് കുറച്ച് സമയം ഉണ്ടാകാൻ ഈ സമയത്തിനുള്ളിൽ മാക്സിമം സ്ഥലങ്ങളും നമുക്ക് തുറന്ന് നോക്കാം. എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ, എന്തെങ്കിലുമൊക്കെ കിട്ടും. ഈ മീറ്റ് താഴെ കിടക്കുക, അല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിൽ കൂടെ പോകുമ്പോഴൊക്കെ ഈ സാധനം എനിക്കത് വേണ്ട. എനിക്കെൻ്റെ ഹാമർ കൂട്ടന്നെ മതി. ഇവിടെ എൻജിൻ പാർട്ട് ഉണ്ട്. എൻജിൻ പാർട്ട് വെച്ച് നമുക്ക് യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ യൂസൊക്കെ ഉണ്ട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ എളുപ്പത്തിൽ കിട്ടുന്നത് അത് വെച്ചിട്ടുള്ള എസ്കേപ്പ് ചെയ്യാമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്.
നമുക്കാണെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് സിലിണ്ടറിനേക്ക് പാവ് കൊടുക്കാവുന്നതാണ്. ബട്ട് പാവ് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാനി വയലൻ്റ് ആവും. പക്ഷെ ഗ്രാനി ഇല്ലാലോ. മോനെ ഏതാ നോക്കി പൊട്ടിക്കേ. ഇവിടെ മീറ്റ് ഉണ്ട് കേട്ടോ. മീറ്റ് പോരാതെ എന്തെങ്കിലും നോ. നമുക്ക് സ്പെഷ്യൽ കീ വേണം. സ്പെഷ്യൽ കീ ഉണ്ടെങ്കിലാണ് ബാക്കി പരിപാടി നടക്കത്തുള്ളൂ. നമുക്കിനിപ്പോൾ അവിടേക്ക് പോകണമെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കാൻ. വേണ്ട അല്ലേ, ഞാനിപ്പോൾ പറയണതേ നമുക്ക് ഇവിടെ തുറന്നിട്ട് പോവാം. ഇവിടെ അല്ലാതെ ഇപ്പുറത്താണല്ലേ തുറക്കണ സെറ്റപ്പ്. ഓക്കെ, ഇപ്പുറത്ത് തുറന്നു. ആൻഡ് ഗൈസ് സെൻസിറ്റിവിറ്റി ഒരു ഇത്തിരി കൂട്ടിയേക്കാം. ഓക്കെ, നമുക്ക് റിസ്യൂം. നമ്മളിപ്പോൾ ഇതിപ്പോൾ ഇതെന്താ ഇങ്ങനെ? അയ്യോ, ഇതെന്താ കുറച്ചധികം ഹാർഡായ പോലെ. അയ്യോ, എനിക്കിത് അനക്കാൻ പോലും പറ്റില്ല. സെൻസിറ്റിവിറ്റി നന്നായിട്ട് കിട്ടും. ഇപ്പം സെറ്റായി. ഒരിക്കലും ഓർമ്മയില്ല എന്നെ കണ്ടായിരുന്നോ. ആൻഡ് ഗൈസ് നമ്മളെന്ന് പറഞ്ഞില്ല സെറ്റപ്പായിട്ട് കളിക്കണം. എൻ്റെ അമ്മോ, ഈ പുള്ളിക്കാരത്തി ഇത്ര പെട്ടെന്ന് സ്പോണായ. സെറ്റപ്പായിട്ട് കളിക്കണം എന്ന് പറഞ്ഞുള്ളൂ, നമ്മളെ പിടിച്ചു. എനിക്ക് തോന്നുന്നു അവിടെയും കണ്ട സ്പോണായത്. ആൻഡ് നമുക്ക് എൻജിൻ പാർട്ട് കിട്ടിയിട്ടുണ്ട്. സോ നമുക്ക് മറ്റേ എസ്കേപ്പ് ചെയ്യാം. ഏത് എസ്കേപ്പ്? കാർ എസ്കേപ്പ് ചെയ്യാവുന്നതാണ്. നമുക്ക് തുറക്കട്ടെ. നമുക്കേ ഈ പുള്ളിക്കാരത്തി ഇവിടുന്ന് വന്നില്ലായിരുന്നെങ്കിൽ, അല്ല ഞാൻ വിചാരിച്ചാൽ ഇത്ര പെട്ടെന്ന് സ്പോൺ ആവാറില്ല സാധാരണ. കുറച്ചുകൂടി സമയം എടുക്കാറുണ്ട്. 2 മിനിറ്റ് ഇത്ര ഉടനെ കഴിയും. ഞാൻ ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഒച്ച ഉണ്ടായി. ഞാനിപ്പോൾ ചെയ്യാൻ പോണതേ ഈ ടെടി എടുത്തുകൊണ്ട് പോവാ. ടെടി എടുക്കുന്നതും പുള്ളിക്കാറ്റി പുറകെ വരാറുണ്ട്. ഇതിങ്ങനെ തട്ടി മറിച്ചിട്ട് പുള്ളിക്കാരത്തിന് ഇങ്ങോട്ട് കൊണ്ടുപോകാം. അത് നമുക്ക് ഈ വഴിക്ക് രക്ഷപ്പെടാം. ഇവിടെ ചെന്ന് നോക്കുമ്പോഴായിരിക്കും കേട്ടോ വരുന്നത്. കണ്ട് എന്നെ കണ്ട് എൻ്റെ പുറകെ സാധാരണ വരാറുള്ളതാണ്. പുറകെ വരുന്നുണ്ട് എന്ന ധൈര്യത്തിൽ നമുക്ക് പോകാവുന്നതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ വലിയ അടുത്തുണ്ടാവും. പൊക്കോ പെട്ടെന്ന് കൊണ്ടുപോയിട്ടാ. ഇതിനോ ഡ്രോപ്പ് ചെയ്യണോ? ഡ്രോപ്പ് ആയിട്ടോ. സിലിണ്ടറിന് വരണ സമയം കൊണ്ട് നമ്മൾ ഗ്രാനി പിടിച്ചാലോ. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒളിച്ചിരിക്കാൻ പോകണം. ഗൈസ്, ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കട്ടാ. ഫ്ലാഷ് ബാക്കൊക്കെ കഴിഞ്ഞു വന്നു. എല്ലാം ഇട്ടിട്ട് പോടി. അയ്യോ, ഒന്നും ഇട്ടില്ലേ? ഇതങ്ങനെ ഇടാറില്ല. അയ്യോ, എന്താ ഒന്ന് ഇത് സാധാരണ ഇവിടെ എന്തെങ്കിലും ഇട്ടിട്ട് പോകാറുണ്ടല്ലോ. അയ്യോ, ഞാൻ പെട്ടു. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടോ. നമുക്ക് സ്പൈഡർ കീ എടുത്തോണ്ട് പോവാം. സ്പൈഡർ കീ നമ്മുടെ അമ്മച്ചി ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും. ഓക്കെ, ഇത് ഈ ഗ്രാനിക്ക് വേറെ ഇതെന്താ ഇങ്ങനെ? ഗ്രാനിക്ക് വേറെ പണിയൊന്നുമില്ല കേട്ടോ. ഗ്രാനി വെറുതെ കൊണ്ട് നമ്മളിങ്ങനെ പിടിപ്പിക്കും. എന്നിട്ട് ഇങ്ങനെ ഇവിടെ എത്തുമ്പോഴത്തേക്കും സ്പൈഡർ
കഴിയേ. ഓ മൈ ഗോഡ്, വെപ്പൺ കീ. എടാ വെപ്പൺ കീ കിട്ടിയിട്ടാ. ഇനി ഞാൻ സീൻ അറിയാം. ഇനി പൊളിക്കും. വെപ്പൺ കീ കിട്ടിക്കാൻ കഴിഞ്ഞു. ഇനി ഒന്നുമില്ല. ഇനി ആരെയും പേടിക്കണ്ട. നമുക്ക് വെപ്പൺ കീ കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പോയിട്ട് വെപ്പൺ എടുക്കാം. എന്നെ കണ്ടൂട്ടാ. എനിക്ക് തോന്നുന്നു ഈ വഴിക്ക് ചിലപ്പോൾ വരും. എവിടെ പുള്ളിക്കാരത്തി? എവിടെ? ഞാൻ ഷൂട്ട് ചെയ്തായിരുന്നു. ഒരു ആഡ് വന്നായിരുന്നു ഗൈസ്. ആഡ് കഴിഞ്ഞിട്ട് എടാ ഞാൻ ശരിക്കും ഷൂട്ട് ചെയ്തിരുന്നൂടാ. പുള്ളിക്കാരത്തിക്ക് ഏറ്റില്ല. അയ്യോ, ഞാൻ ഇപ്പം ചെയ്യാൻ പോണതേ ഫസ്റ്റ് തന്നെ പുള്ളിക്കാരത്തിക്ക് ഇട്ട് ഒരെണ്ണം കൊടുക്കാം. ഗ്രാനി ഈസ് ഗോൺ ഫോർ 2 minutes. ഇപ്പം പോയിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഓക്കെ, എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. ഈ സമയം കൊണ്ടെങ്കിലും ബാക്കിയുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാൻ നമുക്ക് നോക്കാം ഗൈസ്. എടാ എനിക്ക് സ്പെഷ്യൽ കീ വേണോടാ. സ്പെഷ്യൽ കീ കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും. സ്പെഷ്യൽ നമ്മൾ സ്പെഷ്യൽ കീ എന്നല്ല പറയേണ്ടത്, സ്പെഷ്യൽ കീ. ഓ നമുക്ക് 2 സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കാറിന് വേണ്ടിയുള്ള 2 സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാർ എസ്കേപ്പ് ചെയ്യാനുള്ള 2 സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അത് പോരെ. യെസ്, കാർ എസ്കേപ്പിനുള്ള ഒരു 3 സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാറിൻ്റെ കീ കിട്ടിയിട്ടുണ്ട്. കാറിൻ്റെ എൻജിൻ പാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റേ റെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഓടിക്കൊടുക്കും. എനിക്കറിയാം. എടാ ഇതൊക്കെ വടി മാറിപ്പോയ. ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ? ഓ ഷോട്ട് ഗണ്ണിൻ്റെ പാട്ടിരിക്കുന്നു. പക്ഷെ ഇപ്പോൾ ഷോട്ട് ഗണ്ണിൻ്റെ ആവശ്യമില്ല. ക്രോസ് ബോ ഉണ്ടല്ലോ. എനിക്ക് ഷോട്ട് ഗണ്ണിൻ്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ. 8 കാലിയൊക്കെ എന്തിനാണോ? അമ്മച്ചി, അയ്യോ എന്താ അപ്പോ ഞാൻ വായ കയറി കൊടുത്തു. പക്ഷേ അമ്മച്ചിന്ന് പറഞ്ഞോണ്ട് അങ്ങോട്ട് ചെന്നലാണ്. എൻ്റെ വായൻ്റെ ഇത് തിന്നു ഗൈസ്. ഞാൻ റിവഞ്ച് എനിക്ക് എസ്കേപ്പ് ആവാൻ പറ്റുന്ന തോന്നലാട്ടാ. എനിക്കിനി എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് തോന്നുന്നേയില്ല. എനിക്കിനി പറ്റത്തില്ല എന്നാണ് ഞാൻ പറയണത്. കാരണം ഗ്രാനി ഒരല്പം ഹാർഡായി തുടങ്ങിയിട്ടുണ്ടോന്ന് എനിക്ക്. എവിടെന്നാണെന്ന് വെച്ചാൽ വന്നോ. ഇത് കണ്ടോളാ. ഇപ്പൊ വരൂലാട്ടോ. അവിടെ തന്നെ നിൽക്കും. കണ്ടു കൊടുത്തിട്ടുണ്ട്. ഇവിടെ കിടക്കണ കണ്ടില്ലേ? വെട്ടിയിട്ട വാഴത്തിട്ട് കിടക്കില്. എടാ മരിച്ചു വീണാല് ആ വടി വിടത്തിലാട്ടാ. ആ വടിയോട് അത്ര അധികം സ്നേഹമുണ്ട് അമ്മച്ചിക്ക്. അത്ര അധികം സ്നേഹമുള്ളത് കൊണ്ടാണ് വടീനെ വിടാത്തത്. നമ്മൾ ഇനി ഇവിടെ കുഞ്ഞിരുന്ന് ക്രൗച്ച് എടുത്ത് പോകണം. നമുക്ക് ഫസ്റ്റ് തന്നെ ഈ ഒരു ഇത് കൊണ്ട് ഇവിടുത്തെ ഈ പുള്ളിക്കാരത്തി ഉണ്ടല്ലോ, ഞാൻ ഒരു വശത്തേക്ക് പോയിട്ട് മറ്റേ വശത്തേക്ക് പോയി കളിപ്പിക്കാറുള്ള പുള്ളിക്കാരത്തിയായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയില്ല. ഇതൊന്നും ഇങ്ങോട്ടേക്ക്. എടാ ഇതൊക്കെ ഏതാ വഴി മാറിപ്പോയി. ആളിറങ്ങാണ്ട്
ഈ പുള്ളിക്കാർക്ക് പോവോ? പോയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന് പോവോ? പോയി തരുവോ? ഓ ഈ വഴിക്കോട്ടോ പോയത്? ഇവിടെ കൊണ്ടുണ്ടാകുന്ന തുറന്നില്ലേ? നമ്മൾ തുറന്നിരുന്നു. ഓ നല്ല ചുമയുണ്ട്. ചുമയില്ല, മൂക്കടപ്പുണ്ട്. മൂക്കിന് അടപ്പൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ യെസ്, നമുക്ക് വീലിൻ്റെ ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. ഹാൻഡിൽ ഇതൊരല്പം പാടായതുകൊണ്ട് എനിക്കൊരു സംശയമുണ്ട്. ഓ ഈ വഴിക്കോട്ടോ പോയത്? ഓ പുള്ളിക്കാരൻ അപ്പോൾ ഓണ വഴിയിൽ എന്നെ കാണുമോ? യെസ്, കണ്ടു. ഓക്കെ, ഈ സാധനമായിരുന്നു ഞാൻ തപ്പിക്കൊണ്ട് തുടങ്ങി. മോളിപ്പോ അവിടെ നമുക്ക് ഇതിനകത്ത് രണ്ടെടുത്താലോ ഒന്നെടുത്താലോ? നമുക്ക് ഏതെടുത്താലും നമ്മൾ അൺലക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒയിച്ചിട്ട് നോക്കാം. ഗെറ്റ് ഔട്ട് ഫ്രം ദിസ് ഗെയിം. ഇവൻ പോയി. അപ്പം ഇവനാണ് വന്നത്. നമുക്ക് അൺലക്ക് ആയതുകൊണ്ട് നമ്മൾ ഇവനെയാണ് എടുക്കുന്നത്. ഓ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭയങ്കര അൺലക്കാണ്. ഇപ്പൊ രണ്ടേ കാര്യം അതായിരുന്നു എനിക്ക് കിട്ടിയത്. ഇത് പോയിട്ട് അത് വന്നു. ഓ മര്യാദ നന്നായി. എന്തായാലും നമുക്ക് രണ്ടും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയുള്ള രണ്ട് സാധനങ്ങളാണ് കിട്ടിയിട്ടുള്ളത്. പുള്ളിക്കാരത്തെ കാണാനോട്ടോ. പുള്ളിക്കാരത്തി നമുക്ക് സ്പെഷ്യലിറ്റി കൊണ്ടുപോയി വെച്ചാലും പുള്ളിക്കാരത്തി ഞാൻ ഇവിടെ ഉണ്ടോ? ഇല്ലാലോ. നമുക്ക് ഈ വഴിക്ക് കൊണ്ടുപോയിട്ട് പക്ഷെ എന്നെ എങ്ങനെയോ അതിവിദഗ്ധമായിട്ട് പിടിച്ചിരിക്കുന്നു. അയ്യോ, എന്തായാലും ഈ കളി പോയിട്ടുണ്ട്. ഈ കളിക്ക് പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടാകുന്നില്ല. ഞാൻ ഒട്ടും വിചാരിക്കാത്ത സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു എന്നെ പിടിച്ചത്. ഇവിടെ നിന്ന് അവിടേക്ക് എടുക്കാൻ പറ്റുമോ? ബെല്ലടിച്ച പുള്ളിക്കാരി വരും. അയ്യോ അവിടെ ഇട്ടായിരുന്നൂടാ. എന്തായാലും ഈ കളി പോയിട്ടുണ്ട്. ഇനി പ്രത്യേകിച്ച് ഇതൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഗുണമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ കളി നമ്മൾ തോറ്റിരിക്കുന്നു അതിവിദഗ്ധമായി. വെറുതെ തോറ്റിരിക്കുന്നതല്ല, അതിവിദഗ്ധമായിട്ട് നമ്മൾ തോറ്റിരിക്കുന്നു. ഇവിടെ വെച്ചാണ് പിടിച്ചത്. അല്ലല്ലോ, എടാ ഈ പുള്ളിക്കാർക്ക് പിന്നെ എന്നെ കണ്ടു. ഇപ്പൊ എന്നെ പിടിച്ചാണ്. ഓക്കെ ഇവിടേക്ക് എടുക്കണം. ഇവിടെ വെടി വെച്ചിട്ടിട്ട് നമുക്ക് അത് എടുത്താലോ? അത് നമുക്ക് ആ ഒരു ഫ്രീസിങ്ങിന്റെ സാധനം കിട്ടുമോ? അതാണ് നമുക്ക് ഫ്രീസ്. ഓ ഒച്ചയുണ്ടായി. ഇപ്പൊ പുള്ളിക്കാരത്ത് വരും. എടാ പിന്നെ ഒച്ചയുണ്ടായടാ. ഈ വഴിക്ക് പോയാ എന്നെ പിടിക്കുവോ? അയ്യോ പറഞ്ഞില്ല എന്നെ പിടിക്കുന്നത്. അവിടെ തന്നെ വിട്ടോട്ട് എനിക്കറിയാൻ അനക്കാൻ പറ്റണില്ല. ഒരു ഗ്രാനിയമ്മയുടെ ഒരു തമാശകളെ. നമ്മൾ അതിവിദഗ്ധമായിട്ട് ഗ്രാനിയെ പറ്റിച്ച് ഇവിടെ ജോലിയാണ്.
അടുത്തതായിട്ട് ക്രോസ് ബോ എടുക്കുന്ന ചടങ്ങ്. എന്തായാലും ചടങ്ങുകൾ അധികം വൈകിപ്പിക്കേണ്ടതല്ല. സോ നമുക്ക് ഈ ഒരു ട്രാപ്പ് ഉണ്ടായിരുന്നോ? ഞാൻ അതുകൊണ്ട് പറഞ്ഞില്ല. പിടിച്ചില്ല. ഒയ്യോ ഉയ്യോ പാവം ഗ്രാനിതേ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പാവം നമ്മുടെ പല്ലിൽ എന്താ മുറുക്കലൊക്കെ ചവച്ചിരിക്കണേ. ഒയ്യോ എന്നെ അടിച്ച ചോരല്ലേ ഇത്. എടാ എന്താ ആത്മാർത്ഥതയാണേ. നമുക്ക് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഗെയിമിന് കളിച്ചിട്ട് കാര്യമില്ല, തോറ്റിരിക്കുന്നു. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയുകയാണ്. അടുത്ത വീഡിയോ വരുന്നത് വരെ ഈ വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരുന്നോ. ഉറപ്പായിട്ട് നമ്മൾ റിവെഞ്ച് എടുക്കുന്നതാണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്തിരിക്കണം ഗൈസ്. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഞാൻ എന്തുട്ടേക്കെന്ന് പറയണേ. സോ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അടുത്ത വീഡിയോ വന്നത് വരെ ഈ വീഡിയോനെ കണ്ടുകൊണ്ടിരുന്നു.